ചെതലരിക്കുക പോലെ ക്ലൈമറ്റ് ചേഞ്ച് അനുസരിച്ച് വരുന്ന മാറ്റങ്ങളൊന്നും ഇതിനുണ്ടാവില്ല. എങ്ങനെയുണ്ട് കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് ഒക്കെ? ഇത് നമ്മളെ വർക്ക്ഷോപ്പാണ്, ഇവിടെ വെച്ചാണ് നമ്മളെ കാർപ്പന്റേഴ്സ് തന്നെയാണ് എല്ലാ വർക്കും ചെയ്യുന്നത്. മരം ചെയ്യണത് അതേ സെയിം പ്രൊസീജിയർ നമ്മൾ ഇന്റീരിയറിന് മാച്ച് ആവുന്ന രീതിയിൽ എങ്ങനെ ഇത് ചെയ്യാം. ഇതിപ്പോ നനവ് വരുന്ന ഭാഗമാണ്, ചെയ്ത് വെച്ചെന്ന് വിചാരിച്ച് ലൈഫ് ടൈം നമ്മൾ വാറണ്ടി തന്നെയാണ് ഇതിന്. അതെ, മെയിൻ്റെനൻസിനെ കാര്യം പറ്റി ചിന്തിക്കേണ്ട ആവശ്യം പോലെ ബുദ്ധിമുട്ടിനെ മറന്നു കളയാം. അതായത് വുഡിന്റെ കൂടെ പോളിമറും കൂടെ മിക്സ് ആയിട്ട് വരുന്നത് ലൈഫ് ടൈം വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന് ജസ്റ്റ് പെയിന്റ് ചെയ്യാനേ ഉള്ളൂ. കട്ടില ജനലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞാൻ നിർത്തിയിരിക്കുന്നത് കോഴിക്കോട്ടുള്ള വുഡ് ലുക്കിലേക്കാണ്. നമ്മളിപ്പോൾ ഉള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് തൊട്ടടുത്തുള്ള ഇവരുടെ ഔട്ട്ലെറ്റിലാണ്. അപ്പം ഇവരുടെ വിശേഷങ്ങളും ഈ പ്രൊഡക്റ്റിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പല നാട്ടിലേക്കും പോകാനുള്ള ജനാല കട്ടിലിന്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം WPC മെറ്റീരിയൽ വരുന്നതാണ്. ഇത് കണ്ടോ, ഇവിടെ മുക്കള്ളി ജാലകം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു സ്ഥാപനത്തിലെ ഷഹബാസ് നമ്മൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരും. എന്തൊക്കെയാണ് ഷഹബാസേ, സുഖല്ലേ? ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഇതിപ്പോ കുറെ വർഷമായി ചെയ്യുന്നത്? നമ്മളിപ്പോ 2.5 വർഷമായി നമ്മളിവിടെ തുടങ്ങിയിട്ട്. ഇതിപ്പോ മാർക്കറ്റിൽ ഒരു 10-15 വർഷമായിട്ട് WPC മാർക്കറ്റിലുണ്ട്. ഓക്കെ. എങ്ങനെയുണ്ട് കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് ഒക്കെ? നമ്മളിപ്പോ ഇതുവരെ ചെയ്തോടത്തോളം വളരെ നല്ല ഫീഡ്ബാക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. കാശാരിമാരനാണോ ഇതിന്റെ വർക്ക് ചെയ്യുന്നത്? മരം ചെയ്യണ പോലെ തന്നെ നമ്മളെ കാർപ്പന്റേഴ്സ് ആണ്. ഇത് നമ്മളെ വർക്ക്ഷോപ്പാണ്, ഇവിടെ വെച്ചാണ് നമ്മളെ കാർപ്പന്റേഴ്സ് തന്നെയാണ് എല്ലാ വർക്കും ചെയ്യുന്നത്. മരം ചെയ്യണ അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇതിന് വരുന്നത്. സ്റ്റീലിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കുറച്ച് കോസ്റ്റ് കൂടുതലാണ്, പക്ഷെ മരം ചെയ്യണ ആ ലെവലിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ മരത്തിലുണ്ടാവുന്ന പോലത്തെ ഡ്രോബാക്സ്, അതായത് ചെതലരിക്കുക പോലെ ക്ലൈമറ്റ് ചേഞ്ച് അനുസരിച്ച് വരുന്ന മാറ്റങ്ങളൊന്നും ഇതിനുണ്ടാവില്ല. വെറും മരം മാത്രമല്ല, അല്ല, ഇത് വുഡിന്റെ കൂടെ പോളിമറും കൂടെ മിക്സ് ആയിട്ട് വരുന്നത്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അതെ, അത്യാവശ്യം ഹൈ ഡെൻസിറ്റിയിൽ വരുന്നതാണ്. നല്ല ഡെൻസിറ്റി വരുന്നുണ്ട്. രണ്ട് കളറാണ് വരുന്നത്. ഇത് 2 കളർ. ഇത് കോർ പ്ലസ് പറഞ്ഞ മോഡലാണ്, ഇത് അപ്പെക്സ് പറഞ്ഞ മോഡലാണ്. കോർ പ്ലസും അപ്പെക്സും. ഓക്കെ. ഇതിൽ നമുക്കിപ്പോ നമ്മളേതായിട്ടുള്ള കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പെയിന്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. അവസാനം വർക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പെയിന്റിങ്ങിലൂടെ നമുക്ക് വേണ്ട കളർ, നമ്മൾ ഇന്റീരിയറിന് മാച്ച് ആണ് കളർ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. മരത്തിന്റെ സെയിം ഇതന്നല്ലേ? അതെ, മരം ചെയ്യണ സെയിം പ്രൊസീജിയർ. അപ്പൊ പെയിന്റിങ് നമ്മൾ ഇന്റീരിയറിന് മാച്ച് ആവണ ഏത് പെയിന്റ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഇപ്പൊ നിലവിലുള്ളതിൽ ഏറ്റവും ഹൈ ഡെൻസിറ്റി മെറ്റീരിയൽ ആണ്. അതെ, ഇപ്പൊ മാർക്കറ്റിലുള്ളതിൽ ഏറ്റവും ഹൈ ഡെൻസിറ്റി ഉള്ള മെറ്റീരിയൽ ആണ്. ഓക്കെ. നിങ്ങളുടെ ലൊക്കേഷൻ എവിടെ ആയിരുന്നു? കോഴിക്കോട്. ഞങ്ങളിത് കോഴിക്കോട് ഫറൂഖ് പേട്ടയിലുണ്ട്, അതുപോലെ ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. നമ്മളിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. നമ്മളെ വർക്ക്ഷോപ്പും കാര്യങ്ങളും ഒക്കെ, സ്റ്റോറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ കാലിക്കറ്റ് ഫറൂഖ് പേട്ടയിലും മരം ചെയ്യണ പോലെ തന്നെയാണ്. ഇത് എന്താണ്, പിന്തലട്ടാണ്ട് തേക്കിനേന് മുന്നേ വെക്കണാണ്. ഇത് പിന്തലട്ടാണ്, മരത്തിന്റെ പോലെ തന്നെയാണ്. സെയിം പ്രൊസീജിയർ കാര്യങ്ങളാണ്. ഓക്കെ. അതായത് ചെതലരിക്കില്ല, മരത്തിന്റെ കുറെ ഡ്രോബാക്സ് ഇത് ക്ലിയർ ചെയ്യും. ഇതിനില്ല, ക്ലിയർ ചെയ്യും. അടിപൊളി. പക്ഷെ മരത്തിന്റെ അതേ ഫിനിഷിംഗിൽ തന്നെ നമുക്ക് ഇത് ഫൈനലി വർക്ക് ചെയ്ത് കഴിയുമ്പോൾ കിട്ടും. ഓക്കെ. സൂപ്പർ. ഇതിന്റെ ഒക്കെ ഡിസ്പ്ലേ ഉണ്ടോ? അതെ, നമുക്കതൊന്ന് കാണാൻ കഴിയും. ഡിസ്പ്ലേ നമ്മൾ ഔട്ട്ലെറ്റ് നമുക്ക് അവിടെ ചെന്നാൽ കാണാല്ലേ? ഓക്കെ. ഇതിലിപ്പോ ഇത് 2 കളറാണ് ഇപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത്. ഇത് അപ്പെക്സ് എന്ന് പറഞ്ഞ മോഡലാണ്, ഇതാണ് കോർ പ്ലസ് എന്ന് പറഞ്ഞ പുതിയ മോഡൽ. വുഡ് ലുക്കിന്റെ ഡിസ്പ്ലേ ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ എല്ലാത്തിന്റെ ഡിസ്പ്ലേ ഉണ്ട് അല്ലേ? അതെ, നമ്മൾ ഇത് WPC ആണോ? അതെ, ഇത് WPC ആണ്. നമുക്ക് മരത്തിൽ ചെയ്യാൻ പറ്റിയ എല്ലാ ഡിസൈനും ഇതിൽ കൊടുക്കാൻ കഴിയില്ലേ? നമ്മൾ ഇന്റീരിയറിന് മാച്ച് ആവുന്ന രീതിയിൽ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും. ഇത് വലിയ 9 ഇഞ്ചിൽ വരുന്ന ഫ്രെയിമാണ്. അതായത് നമ്മളെ മെയിൻ ഡോറിന് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റിയ ഫ്രെയിമാണ് ഇത്. മെയിൻ ഡോറിന് കൊടുക്കുന്നത്. ഓക്കെ. ഇതും WPC ആണ്. അതെ, ഈ വിൻഡോ ഒക്കെ WPC ആണ്. ഇതിന്റെ ഷട്ടറോ എല്ലാം WPC ആണ്. അതുപോലെ വേറെ ബാത്റൂമിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ്, ഇത് ചെറിയ ടൈപ്പാണ്. ഇത് 3 ഇഞ്ചിന്റെ തിക്നെസ് കുറഞ്ഞ നമ്മൾ ബാത്റൂമിനൊക്കെ ചെയ്യാൻ പറ്റിയ ടൈപ്പാണ്. പിന്നെ ഇതും WPC തന്നെ. അതെ, ഇതെല്ലാം WPC. ഇത് 5 ഇഞ്ചിന്റെ കുറച്ചും കൂടി ഒരു ഇത് കൂടും. നമ്മളെ റൂമിനെ കൊടുക്കുന്നതിനെ കാട്ടി കുറച്ചും കൂടി ഒരു ഇത് കൂടിയ ടൈപ്പ്. പിന്നെ ഇത് നോർമൽ റൂമിന് കൊടുക്കുന്നത് 4-2 2.5 ഫ്രെയിം വരുന്നത്. ഇതാണ് പൊതുവെ റൂമിന് കൊടുക്കുന്നത്. ഇതൊക്കെ മെയിൻ ഡോറിൽ വരുന്ന ആ ഒരു ഇതാണ്. അതെ, നമുക്ക് 5 ഇഞ്ചിന്റെ ആണ്. ഇത് മെയിൻ ഡോറിലും യൂസ് ചെയ്യാം. ഇതിന്റെ സ്ക്രൂ ഹോൾഡിംഗ് ഒക്കെ എങ്ങനെയാണ്? ഇതിന്റെ സ്ക്രൂ ഹോൾഡിംഗ് ഒക്കെ ഇതാ ഇത്രയും വലിയ ഡോറായിട്ട് ഇതാ വെറും 7 സ്ക്രൂ മഞ്ഞും പിടിപ്പിക്കാണ്ട്. നമ്മളിപ്പോ 3 വർഷത്തോളം ഇത് ഇവിടെ എല്ലാ കസ്റ്റമേഴ്സ് വരുമ്പോഴും തുറന്നടിച്ച് കാട്ടി കൊടുക്കണേ. സ്ക്രൂ ഹോൾഡിങ്ങിന്റെ കാര്യത്തിലൊന്നും ഒരു വിഷയവും ഇതിനുണ്ടാവില്ല. പിന്നെ മാർക്കറ്റിൽ കുറെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നുണ്ട്, അതായത് ചൈനന്റെ സാധനങ്ങൾ. അതേറ്റവും നമ്മൾ ഇത് കമ്പയർ ചെയ്ത് ഇത് പക്ക ഒറിജിനൽ WPC ആണ്. റിയൽ WPC ഇതാണ്. ഹൈ ഡെൻസിറ്റിയിൽ വരുന്ന ഇതാണ് നമ്മൾ ഷട്ടറിന് യൂസ് ചെയ്യുന്നത്. 30 mm തിക്നെസ്സിൽ വരുന്ന നമ്മളെ ഡോർ ഷീറ്റായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിന്റെ തിക്നെസ് കൂടെയുണ്ട് 35 mm. ഇതിപ്പോ 6 ഡെൻസിറ്റി ആണ് വരുന്നത്. ഇതിന്റെ 7 ഡെൻസിറ്റി 30. നമ്മൾ മെയിൻ ഡോറിനൊക്കെ യൂസ് ചെയ്യാൻ 7 ഡെൻസിറ്റി 35 mm ചെയ്യണ ഇതേപോലത്തെ ഷീറ്റുകളുണ്ട്. ഇതിന്റെ വാറണ്ടി എങ്ങനെ വരുന്നത്? വാറണ്ടി നമ്മള് ലൈഫ് ടൈം വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ
കേബോർഡ് എന്ന ബ്രാൻഡിന്റെ വാറണ്ടി സർട്ടിഫിക്കറ്റ് ആണ്, വാറണ്ടി. ഇതിന്റെ കൂടെ നമ്മളെ ടെസ്റ്റ് റിസൾട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളവിടെ വന്നാൽ കാണാം. ഓക്കെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആളുകൾ ഇതിലേക്ക് വരാൻ തുടങ്ങിയത് മരത്തിന്റെ ചെതലിന്റെ പ്രശ്നം. അതെ അതെ അതെ. മരം എന്ന് പറഞ്ഞാൽ മരം വീടിന് തന്നെ ഒരു ഭംഗി വേറെ തന്നെയാണ്. അതെ അതെ. പക്ഷെ മരത്തിന്റെ ഡ്രോബാക്സ് കൊണ്ട് തന്നെ പലർക്കും അതിലേക്ക് പോകാനുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷെ ഇതാവുമ്പോൾ ആ ഫിനിഷിംഗിൽ നമുക്ക് ചെയ്യാനും പറ്റും. പക്ഷെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഇതിന് വരുന്നില്ല. ഓക്കെ. ഇത് ചെയ്ത് വെച്ച ഏതെങ്കിലും വീടുണ്ടോ? നമുക്ക് സൈറ്റ് ഡയറക്റ്റ് ഒന്ന് പോയി നമ്മുടെ സൈറ്റ് നമുക്ക് സൈറ്റ് വിസിറ്റ് ചെയ്യാം. അവിടേക്ക് ഒന്ന് പോകാം. ഓക്കെ. നമ്മളങ്ങനെ ഒരു സൈറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് വുഡ്ലുക്കിന്റെ ടീം ഒരു വീട്ടിൽ കംപ്ലീറ്റ്ലി WPC ചെയ്താണ്. കണ്ടോ, ഞാൻ കാണിച്ചു തരാം. വാ, ഇതിന് ജസ്റ്റ് പെയിന്റ് ചെയ്യാനേ ഉള്ളൂ. ഇത് കണ്ടോ, ഇത് ഇവിടെ ഈ വീട് കംപ്ലീറ്റ്ലി WPCയിലുള്ള കട്ടുള്ള ജനാലയാണ്. നല്ല ഫിനിഷിങ് ഉണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് പെയിന്റ് ചെയ്താൽ മരത്തിൻ്റെ സെയിം ഫിനിഷിങ്ങിൽ കിട്ടും. ഇതെവിടെ കണ്ടില്ലേ? നിങ്ങളുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് ഏത് ഡിസൈനിലും സൈസിലും നമുക്ക് ചെയ്യാൻ കഴിയും. ഇത് WPC ആണ്. വീട് മൊത്തം അങ്ങനെ തന്നെയാണ്. നമ്മൾ ഓരോന്നോടൊന്നും പറയണ്ടല്ലോ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്യാനേ ഉള്ളൂ. കണ്ടോ, ഇതാ ഈ ഭാഗത്തൊക്കെ എല്ലാം WPCയിൽ ചെയ്താണ്. അപ്പം മരം തന്നെ വെക്കണമെന്ന് നിർബന്ധമുള്ള ആളുകൾക്ക് WPCയിലേക്കൊന്ന് ട്രൈ ചെയ്യാം. ചെതലിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നല്ല ഹൈ ഡെൻസിറ്റിയിൽ വരുന്ന നല്ല കിടിലൻ മെറ്റീരിയലാണ്. ഇപ്പം നിലവിലുള്ളതിൽ ഏറ്റവും ഹൈ ഡെൻസിറ്റിയിലാണ് WPC വരുന്നത്. ഇപ്പം നമുക്ക് ഗ്രില്ല് വേണമെങ്കിൽ നമുക്ക് ഏതായാലും നമുക്കിപ്പോൾ ഇത് SSL ഏതാണ്, നമുക്ക് GA ആണെങ്കിലും പോളിസ്റ്ററോഡ് ഏത് നമുക്ക് ചെയ്യാം. ഏത് ഗ്രില്ലായാലും നമുക്ക് നിങ്ങളെ കസ്റ്റമേഴ്സ് റിക്വയർമെന്റ് നമുക്ക് ഏതും ചെയ്യാം. നമ്മളെ മെറ്റീരിയൽ WPC ആണ്. ഇതിന് പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഇന്റീരിയറിന്റെ ഇതിനനുസരിച്ച് നമുക്ക് പെയിന്റും കാര്യങ്ങളും ചെയ്താൽ കംപ്ലീറ്റ് മരത്തിന്റെ ആ ഒരു ഫിനിഷിംഗ് തന്നെ നമുക്ക് കംപ്ലീറ്റ് വർക്ക് ചെയ്ത് കിട്ടുമ്പോൾ. ഇതിന്റെ ബാക്ക് സൈഡിൽ കിച്ചന്റെ ഭാഗത്ത് എങ്ങനെയാ? അതേ അല്ല സ്റ്റീൽ തന്നെയാണോ ചെയ്തത്? അതെ അതെ. എന്താണ് തുരുമ്പടിക്കാത്ത രീതിയിൽ SS-ന്റെ ഗ്രില്ല് അങ്ങനെ ഇടാം. പിന്നെ നമ്മൾ ഔട്ടിലൊക്കെ ഡോറൊക്കെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഇതിപ്പോ നനവ് വരുന്ന ഭാഗമാണ് ചെയ്ത് വെച്ചെന്ന് വിചാരിച്ച് ലൈഫ് ടൈം നമ്മൾ വാറണ്ടി തന്നെയാണ് ഇതിന്. അതെ, മെയിൻ്റെനൻസിന്റെ കാര്യം പറ്റി ചിന്തിക്കേണ്ട ആവശ്യം പോലെ ഇതിന്റെ ബുദ്ധിമുട്ടിനെ മറന്നു കളയാം. യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകും. ഇത് മെയിൻ ഡോർ ആണ്. ഇത് നമ്മൾ ഫുൾ ഇത് കല്ലിന്റെ വീതിയിൽ നല്ല വീതിയിൽ വരുന്ന 9 ഇഞ്ച് വീതിയിൽ വരുന്ന കല്ലിന്റെ വീതിയിൽ വരുന്നതാണ് സെയിൽ ചെയ്ത്. നമുക്ക് വേണം പിന്നെ മഞ്ചാരി എന്താ ആഡ് ചെയ്യുക ഒരു ഇടുപ്പ് കിട്ടാനായിട്ട്. ഇതിന്റെ പെയിന്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞാൽ തന്നെ ഇത് കംപ്ലീറ്റ് ഫിനിഷ് ആയി കിട്ടും. ഓക്കെ ഓക്കെ. മുകളിലേക്ക് ഇനി പോകണ്ടല്ലോ, കംപ്ലീറ്റ്ലി WPC ആണ് കേട്ടോ. ഇവരുടെ നമ്പറും അഡ്രസ്സൊക്കെ ഞാൻ വീഡിയോയുടെ താഴത്ത് കൊടുക്കാം. താല്പര്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്തോ. അപ്പോൾ ബൈ.